ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം നമ്മുടെ റിലേഷനിൽ നിന്നും തുടങ്ങണം. കാരണം നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ രക്ഷപ്പെടണം. ഈ ഒരു ചിന്ത, ആ ഒരു ചിന്ത വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ VOP ആരംഭിച്ച സമയത്ത് 4ാമത്തെ VOPയിൽ പോലീസ് വന്ന് സ്റ്റോപ്പ് ചെയ്ത് തന്നു. സജിത് സാറിന് അറിയാം, ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്, എപ്പോഴാണോ എനിക്ക് വരുമാനം കുറയുന്നത്, എപ്പോഴാണോ എനിക്ക് തടസ്സങ്ങൾ നേരിടുന്നത്, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ലീഡേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കും. കാരണം നമ്മൾ നല്ല ഹാപ്പിയാണ്, നല്ല ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചാർജിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതേ സമയത്ത് നമ്മൾ ഡൗൺ ആണെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാലിൻ്റെ ഒരു ഭാഗത്ത് അടിച്ചിട്ട് നമുക്ക് നടക്കാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ്സാണ്, അപ്സ് ആൻഡ് ഡൗൺസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ വരുന്ന സമയത്ത് നിങ്ങളപ്പോൾ നിങ്ങളുടെ ലീഡറുടെ കൂടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരിക്കണം. ലീഡറുടെ കൂടെ കൈ മുറുകെ പിടിച്ച് നിങ്ങൾ നിൽക്കണം. അല്ലാതെ എനിക്ക് നിരാശ, ഇനി ഒന്നും നടക്കില്ല, ഇതൊന്നും നടക്കില്ല, ലീഡറെയും കുറ്റം പറഞ്ഞു, ടീമിനെയും കുറ്റം പറഞ്ഞു, കമ്പനിയും കുറ്റം പറഞ്ഞു, ഇനി ഇതൊന്നും നടക്കില്ല എന്നുള്ള മാറി നിൽക്കല്ല വേണ്ടത്. ആ തടസ്സങ്ങൾ നിങ്ങളെ പരീക്ഷണങ്ങളാണ്. കൊറോണ ഞങ്ങളെ പരീക്ഷണമായിരുന്നു. അതേപോലെ തന്നെ ലീഗൽ പ്രോബ്ലം നമ്മുടെ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിന് നമ്മൾ അതിജീവിച്ചു. പല ആൾക്കാരും അന്ന് ഇൻഡസ്ട്രി ഇതോടുകൂടി തീർന്നെന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ആ ഇൻഡസ്ട്രി അതിനേക്കാൾ ഇരട്ടി മുന്നേറിക്കൊണ്ടിരുന്നു. ജൈത്രയാത്ര ആരംഭിച്ചു. ഇന്നിപ്പോൾ ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്പനിയാണ്. കുവൈറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുവൈറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്റ്റോർ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുവൈറ്റിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി ഈ ബിസിനസ്. ആ തടസ്സങ്ങളിൽ വിട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. അവരിന്ന് എവിടെ നിൽക്കുന്നു? ഇൻഡസ്ട്രി വിട്ടുപോയാൽ ഒരുത്തനും ഇന്ന് വരെ നന്നായിട്ടില്ല. ഇൻഡസ്ട്രി വിട്ടുപോയാൽ ഒരുത്തനും ഈ നിമിഷം വരെ നന്നായിട്ടില്ല. ഇനി നല്ല മനസ്സുള്ളവർ മാത്രമേ ഇതിൽ നിൽക്കുകയുള്ളൂ. ചില വ്യക്തികൾ ആ നല്ല അച്ചീവ്മെന്റ് വരുന്നതിൻ്റെ മുൻപേ, പണ്ട് മലപ്പുറത്തൊക്കെ പറയും കൊല തൊടാൻ നേരത്തെ തളപ്പറ്റു പോകുമെന്ന് പറയും. ചില വ്യക്തികൾ നല്ല അച്ചീവ്മെന്റ് വരുന്നതിൻ്റെ ജസ്റ്റ് മുമ്പേ അവർ പോയിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ? ദൈവമാണ് അവരെ ഒഴിവാക്കുന്നത്. ദൈവം അവരെ ഒഴിവാക്കിയാലേ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒന്ന് ചെയ്താലേ മറ്റത് വളരുകയുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് നിരാശ ഉണ്ടാകുമ്പോൾ, ഡൗൺസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ വിട്ടിട്ട് നിൽക്കുക, വിട്ടു പോവുക അല്ല. നിങ്ങളുടെ ലീഡറെ കൂടെ ഇരിക്കണം. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടോ, 2500 അല്ല, 5000 അല്ല, 10000 രൂപയുടെ ട്രെയിനിങ് ആണ്. കടം വാങ്ങിച്ച് അല്ലെങ്കിൽ ആധാരം പണം വെച്ച്, ഒന്നുമില്ലെങ്കിൽ കിഡ്നി വിറ്റാലെങ്കിലും 10000 രൂപ കിട്ടും. ട്രെയിനിങ് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ ഒരൊറ്റ ദിവസം മതി നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. നിങ്ങളെത്രയോ ആൾക്കാർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞപ്പോൾ നിങ്ങളെ മുകളിൽ ഒരു CCTV വെച്ച് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങൾ എന്ത് നേടുന്നു? നിങ്ങളിത് വിട്ടിട്ട് പോകുമോ? നിങ്ങൾ അച്ചീവ്മെൻറ്റിലേക്ക് കയറുമോ? ഇതൊക്കെ നിങ്ങളുടെ ചുറ്റും കുറേ CCTV ഉണ്ട്. നിങ്ങളൊരു 10 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേരല്ല നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. ആ 10 പേര് 10 പേരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ആയിരക്കണക്കിന് ആൾക്കാരും നിങ്ങളെ കൂടെ വരാനുള്ളവരാണ്. നിങ്ങളുടെ മാറ്റം ചിലപ്പോൾ ഡ്രസ് കോഡിലായിരിക്കാം. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ സംസാരത്തിലായിരിക്കാം. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ ഫേസിലായിരിക്കാം. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ ഇൻകം സെക്ടറിലായിരിക്കാം. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ പെർഫോമൻസിലായിരിക്കാം. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മില്യണർ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നത് പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവരെ മുന്നിൽ നിങ്ങൾ തളർന്നു പോയി കഴിഞ്ഞാൽ ഇവരെ ഒരിക്കലും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആകർഷിക്കണം. അതിനാണ് ഷോപ്പുകളൊക്കെ പല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി. ഇതൊരു